കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ അതിസുന്ദരമായ മലനിരകളിലൂടെയും കാടുകളിലൂടെയും കടന്നുപോകുന്ന നേരിമംഗലം മൂന്നാർ റോഡ് സംസ്ഥാനത്തിന്റെ ഗതാഗത ചരിത്രത്തിൽ ഒരു വലിയ അധ്യായമാണ്. ഇന്ന് ദേശീയപാത 85ന്റെ ഭാഗമായ ഈ റോഡിന് പിൻബലമായത് കാലത്തെ അതിജീവിച്ച വലിയൊരു കാഴ്ചപ്പാടും മനുഷ്യശ്രമവുമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മൂന്നാർ തേയില കൃഷിക്കായി വികസിപ്പിക്കപ്പെട്ട പ്രദേശമായിരുന്നു. മൂന്നാറിൽ നിന്നും കൊച്ചിയിലേക്കും അവിടെ നിന്ന് വിദേശത്തേക്കുമായിരുന്നു തേയില കയറ്റുമതി. ഈ ഉദ്ദേശത്തോടെയാണ് ബ്രിട്ടീഷുകാർ റെയിൽവേയും റോപ്വേയും ഉൾപ്പെടുന്ന ഗതാഗത സംവിധാനം സ്ഥാപിച്ചത്. പൂയംകുട്ടി വഴി മംഗുളം, അടിമാലി വഴിയിലൂടെ കുതിരമാർഗങ്ങളും ഉപയോഗിച്ചിരുന്നു. 1924 കേരളത്തെ ബാധിച്ച മഹാപ്രളയം ഈ ഗതാഗത സംവിധാനങ്ങളെല്ലാം തകർത്തു. റെയിൽവേയും റോപ്വേയും പൂയംകുട്ടി മംഗുളം റോഡും തകർന്നുപോയി. മൂന്നാറിന്റെ തേയില വ്യവസായം നിലച്ചുപോയി. തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും ജീവിതം ദുഷ്കരമായി. ഈ സാഹചര്യത്തിലാണ് തിരുവിതാംകൂർ രാജ്ഞിയായ സേതുലക്ഷ്മിബായി 1931 ആലുവയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള പുതിയ റോഡ് നിർമ്മിക്കാൻ ഉത്തരവിട്ടത്. ഈ റോഡിന്റെ ലക്ഷ്യങ്ങൾ: തേയില വ്യവസായം പുനഃസ്ഥാപിക്കുക, ഉയർന്ന മലപ്രദേശങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ഒരുക്കുക, നാട്ടുകാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. പെരിയാർ നദിക്ക് കുറുകെ ഒരു വലിയ പാലം നിർമ്മിക്കേണ്ടതും ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു. അതാണ് നേരിമംഗലം പാലം. പാലത്തിന്റെ നിർമ്മാണം 1924 ആരംഭിച്ചു. ബ്രിട്ടീഷ് എഞ്ചിനീയർമാരുടെയും നാട്ടിലെ വിദഗ്ധ തൊഴിലാളികളുടെയും സഹകരണത്തോടെ ഈ ആർച്ച് ഡിസൈൻ പാലം പണികഴിപ്പിച്ചു. 1935 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഈ പാലം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഇത് ദക്ഷിണേന്ത്യയിലെ ആദ്യ ആർച്ച് കൽപ്പാലം എന്ന നിലയിൽ ഇന്നുവരെ നിലനിൽക്കുന്നു. പാലത്തിന്റെ നിർമ്മാണത്തോടെ നേരിമംഗലം, അടിമാലി, മൂന്നാർ വഴിയുള്ള റോഡ് വികസിച്ചു. ഇത് മൂന്നാറിന്റെ വ്യാപാരവും സമൂഹ ജീവിതവുമെല്ലാം ഉയർത്തിപ്പിടിച്ചു. പുതിയ വണ്ടിപ്പാത ഉൽപാദനം എത്തിക്കാൻ വലിയ സഹായമായി. ഇന്ന് ഈ റോഡ് ദേശീയപാത 85ന്റെ ഭാഗമാണ്. കൊച്ചി, മധുര റൂട്ടിലൂടെയുള്ള പ്രധാന ഗതാഗത പാതയായി ഇത് മാറിയിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ, ലോക്കൽ ബസ് സർവീസുകൾ, ചരക്ക് വാഹനങ്ങൾ തുടങ്ങിയവയുടെ പ്രധാന വഴിയാണ് ഇത്. ഇടുക്കിയിലെ മേൽപ്രദേശങ്ങളിലേക്ക് എത്താൻ ഇപ്പോഴും അത്യന്തം പ്രാധാന്യമുള്ള വഴിയാണ്. പ്രകൃതിയുടെ വെല്ലുവിളികളെ മറികടന്ന് മനുഷ്യന്റെ കഠിന പ്രയത്നം കൊണ്ട് പിറന്ന ഈ പാത കേരളത്തിന്റെ വികസനപഥത്തിൽ ചേർന്ന സ്മരണാസൂചികയായി നിലകൊള്ളുന്നു. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ഇതിലും കൂടുതലായി അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.